ഹലോ, നമസ്കാരം. കറി സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇറ്റാലിയൻ ഡിഷായ ഫ്രിറ്റാറ്റ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രിറ്റാറ്റ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ബട്ടർ 1.5 ടേബിൾ സ്പൂൺ, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത്, സവാള അരിഞ്ഞത് ഒരെണ്ണം, തക്കാളി അരിഞ്ഞത് ഒരെണ്ണം, ക്യാപ്സിക്കം ചെറുതായിട്ടുള്ളത് ഒരെണ്ണം, വലുതാണെങ്കിൽ പകുതി മതി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരെണ്ണം, മുട്ട 6 വേണം, ചീസ് ക്യൂബ് ഇല്ലെങ്കിൽ സ്ലൈസ് ആയാലും മതി, പാല് 2 ടേബിൾ സ്പൂൺ. അപ്പം മുട്ട അടിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 2 ടേബിൾ സ്പൂൺ പാലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഓക്കെ, ഇനി ഒരു പാനിൽ ബട്ടർ ചൂടാക്കി എടുക്കാം. നമുക്ക് ബട്ടർ ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റണം. ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എരിവ് അധികം വേണമെന്നുള്ളവർക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ഇളക്കി വേഗത്തിൽ മൂക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള വേഗത്തിൽ ബ്രൗൺ ആയിട്ട് വരും. ഇതേപോലെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരും. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിയണം. അത് വഴറ്റി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് വളരെ ചെറുതായിരിക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറികൾ ഇനിയും വഴറ്റിയെടുക്കാനുള്ളത് കൊണ്ട് എണ്ണ ഇത്തിരി കുറവുണ്ട്. ഇപ്പോൾ ഫ്രിറ്റാറ്റ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. പച്ചക്കറി മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂമൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് ഫ്രിറ്റാറ്റ ഉണ്ടാക്കാം. ഇതേപോലെ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറും വരേക്കും നമുക്ക് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടിട്ട് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി പച്ചക്കറിക്ക് അനുസരിച്ച് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അധികം വേണ്ട, കാരണം സവാള വഴറ്റിയപ്പോഴും മുട്ടയിലും ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വെതറിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ ചില്ലി ഫ്ലേക്സ് കൊല്ലമുളക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചില്ലി ഫ്ലേക്സ് കിട്ടും. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് അപ്പം ലോ ഫ്ലെയിമിൽ വയ്ക്കണേ, കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ മുട്ട വേഗത്തിൽ കട്ട പിടിച്ചു പോകും. ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചക്കറിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അടുത്തതായിട്ട് നമ്മൾക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ക്യൂബായതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണത്. സ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഫ്രിറ്റാറ്റ റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ പിസ്സ പോലെയുണ്ട്. ഫ്രിറ്റാറ്റ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇത് ഫ്രിറ്റാറ്റ ഞാനൊരു പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ. ഓക്കെ, ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. ഓക്കെ.